ഇയാളെ ട്രെയിൻ തട്ടിയതായിരുന്നു കൊല്ലത്ത്. ട്രെയിൻ തട്ടിയ ആളുടെ ഫ്രണ്ടിലത്തെ ഒരു കാലില്ല. ഇയാളെ റെസ്ക്യൂ ചെയ്യുന്ന ഞാനല്ല, ഒരു സാധാരണ മനുഷ്യനാ, മുസ്ലിമാണ്. ഇയാളുടെ അവസ്ഥ കണ്ടിട്ട് എടുത്തുകൊണ്ട് പോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സർജറി ചെയ്ത്. ഇയാളുടെ ഈ കണ്ണായിരുന്നു സർജറി ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാല് കാഴ്ച തിരിച്ചു കിട്ടിയില്ല. ഇയാളെ കോട്ടയത്തു നിന്നാണ് റെസ്ക്യൂ ചെയ്യുന്നത്. അവിടെ ഉള്ളൊരു റെസ്ക്യൂർ ആയിട്ടുള്ളൊരു ചേച്ചി ഇവിടെ എത്തിച്ചു തരുമായിരുന്നു. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ആളുടെ 2 കണ്ണും പുറത്തു വന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആള് പക്ഷേ നല്ല ഫ്രണ്ട്ലി ആണ്. ഇയാൾ എന്നെ ഇതുവരെ ലൈഫിൽ കണ്ടിട്ട് പോലും ഇല്ല. ഇയാളുടെ പേര് കല്യാണി. ഇയാളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാണ്ട് ഇവിടെ ഒരു സ്റ്റിച്ച് ചെയ്ത മാർക്ക് കാണാൻ പറ്റും. ഇയാൾക്ക് ആക്സിഡന്റ് പറ്റിയിട്ട് ഇയാളുടെ കുടല് പുറത്തു വന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇൻഡസ്റ്റൈൻ പുറത്തു വന്നേക്കുമായിരുന്നു. അങ്ങനെ കൊണ്ടുപോയി ആളെ സർജറി നടത്തിയിട്ട് ഇപ്പം ഓക്കെയാണ്. ഒരു ഷിറ്റ്സു ഡോഗാണ്. ആളെ നമുക്ക് കിട്ടുമ്പോഴത്തേക്ക് കണ്ണിന്റെ താഴെ ഒരു വലിയ മുറിവും പഴുപ്പ്. അതിപ്പോ മുറിവ് ഹീലായി വരുന്നേ ഉള്ളൂ. ആന്റിബയോട്ടിക് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. 100 കണക്കിന് പുഴുക്കളുണ്ടായിരുന്നു. അത്രയും വലിയ ചെറിയ പുഴുക്കളല്ല, വലിയ പുഴുക്കളായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല രീതിയിൽ നോക്കിയിരുന്നൊരു ഡോഗായിട്ട് തോന്നുന്നില്ല. അതായത് കൊണ്ട് മാത്രമല്ല പ്രശ്നം ഉണ്ടായിരുന്നത്, ഫുള്ള് ദേഹം മൊത്തവും ഫുള്ള് ജഡയായിട്ട് നല്ല രീതിയിൽ നോക്കാതെ ഇട്ടിരുന്ന ഡോഗാണ്. കൂടുതലും ഈ കളയുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർത്തിയ ആൾക്കാർ തന്നെ ആയിരിക്കും ഇതിൽ കൊണ്ട് കളയുന്നത്. ഈ അവരെന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്ക് അവരുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും കൊടുത്തു. അങ്ങനെയുള്ളവരാണ് കൂടുതലായിട്ട് കൊണ്ടുവന്ന് കളയുന്നത്. ഇപ്പൊ നമ്മുടെ ഇവിടെ ഏകദേശം എത്ര ഡോഗ്സ് ഉണ്ട് ഇപ്പൊ നിലവില്? വീട്ടിലാണെങ്കിൽ ഒരു 25-30 ഡോഗ്സ്, അറൗണ്ട് ഡോഗ്സ് എപ്പോഴും ഉണ്ടാവും. അന്നേരം ഇവിടെ കഴിഞ്ഞ് പുറത്ത് വിടാൻ പറ്റാത്ത ഡോഗ്സിനെയാണ് നമ്മൾ ഷെൽട്ടറിലോട്ട് കൊണ്ടുപോകുന്നത്. ഷെൽട്ടറിൽ ഒരു 70-80 ഡോഗ്സ്. നമുക്കിപ്പോ ഓരോരോ ഡോഗിനെയും ഒന്ന് കാണണം, അവരുടെ ഒരു സ്റ്റോറിയും ഒരു കാര്യങ്ങളും കൂടി കേൾക്കേണ്ടതുണ്ട്. ശരി. അവനും ഫ്രണ്ട്ലിയാ, അയാളും ബ്ലൈൻഡ്. അയാളെ 2 കണ്ണും പുറത്ത് വന്നേ, തലയ്ക്കകത്തൂടെ വണ്ടി കയറിയതായിരുന്നു. അയാളുടെ ഈ കണ്ണായിരുന്നു സർജറി ചെയ്തേ. അതാണ്ട് ഇത് കണ്ടോ? ഇയാളുടെ ഈ കണ്ണായിരുന്നു സർജറി ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാല് കാഴ്ച തിരിച്ചു കിട്ടിയില്ല. എത്ര കാലമായി ഇപ്പൊ ഇത് കിട്ടിയിട്ട്? ഇയാളെ കിട്ടിയിട്ടോ? ഇയാളെ കിട്ടിയിട്ടൊരു 5 മാസം ആയിട്ടുണ്ടായിരിക്കണം. അല്ല, ഡോഗ് ഹെൽത്ത് വൈസ് ഓക്കെ ആയിരുന്നു. ഈ കാഴ്ചയില്ലാത്ത ആ ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പ്രായം എത്രത്തോളം ഉണ്ടായിരുന്നുള്ളത് അറിയത്തില്ലായിരുന്നു. പിന്നെ ഈ കാഴ്ചക്ക് എന്താ പറ്റിയതായിരുന്നുള്ളത് നമുക്ക് അറിയത്തില്ലായിരുന്നു. ഇല്ല, അതൊന്നും കുഴപ്പമില്ല. നമുക്കൊരു ലീഷിന്റെ പോലും ആവശ്യമില്ല. അയാളെ കൂടെ നടന്നോളൂ നമ്മളോട്. ഇദ്ദേഹത്തിന്റെ സ്റ്റോറി എന്താണ്? ഇയാളെ കോട്ടയത്തു നിന്നാണ് റെസ്ക്യൂ ചെയ്യുന്നത്. അവിടെ ഉള്ളൊരു റെസ്ക്യൂർ ആയിട്ടുള്ളൊരു ചേച്ചി ഇവിടെ എത്തിച്ചു തരുമായിരുന്നു ഓട്ടോയ്ക്കകത്ത്. ഇയാളുടെ പോസ്റ്റ് കണ്ടിട്ട് ഞാൻ ആ ചേച്ചിയെ ബന്ധപ്പെട്ടതായിരുന്നു. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ആളുടെ 2 കണ്ണും പുറത്തു വന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. തലയ്ക്കകത്ത് ക്ഷത വെക്കുമ്പോഴത്തേക്കാണ് ഈ കണ്ണുകൾ പുറത്തേക്ക് വരുന്നത്. ചിലപ്പം തലയിലൂടെ വണ്ടി വല്ലതും കയറിയിട്ടുണ്ടായിരിക്കാം. 2 കണ്ണും നമുക്ക് റിമൂവ് ചെയ്യേണ്ടി വന്നു. ആള് പക്ഷെ നല്ല ഫ്രണ്ട്ലി ആണ്. ഇയാൾ എന്നെ ഇതുവരെ ലൈഫിൽ കണ്ടിട്ട് പോലും ഇല്ല. എത്ര മാസമായി ഇപ്പം ഒരു മാസത്തിൽ താഴെ ആയിട്ടുള്ളൂ ഇയാൾ എൻ്റെ കയ്യിൽ വന്നിട്ട്. തുടർന്ന് കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് ഒക്കെ ആൾക്കൊരു പേടിയുണ്ടായിരുന്നു നമ്മൾ തൊടുമ്പോഴത്തേക്ക്. കാരണം കണ്ണില്ലല്ലോ, പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ കാഴ്ച ഇല്ലാതായതല്ലേ. അന്നേരം നമ്മൾ തൊടുമ്പോഴത്തേക്കൊക്കെ പെട്ടെന്ന് ഞെട്ടലും ആ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ആൾക്ക് ആ ഒരു പേടി അങ്ങ് മാറി. നമ്മളാരും അയാളെ ഉപദ്രവിക്കത്തില്ല എന്നുള്ളത് ആൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ ഡോഗിന്റെ പ്രത്യേകത എന്താ? ഇവരെ 2 സ്പേസ് ഇല്ലാത്തതുകൊണ്ടാ നമ്മളിങ്ങനെ ഒരുമിച്ചിട്ടേക്കുന്നേ. 2 വലിയ കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് ഇയാളെ കടിക്കുകയൊക്കെ ചെയ്യും, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇയാളെ നമ്മൾ താന്നി ബീച്ച്, കൊല്ലം താന്നി ബീച്ചിൽ നിന്നായിരുന്നു റെസ്ക്യൂ ചെയ്യുന്നേ. റെസ്ക്യൂ ചെയ്യുന്ന സമയത്ത് ഇറങ്ങല്ലേടാ, ഇയാൾക്ക് ദാണ്ട് ഒരു നഖം മാത്രമേ ഉള്ളൂ കാലില്. ബാക്കി ഇത്രയും ഭാഗത്ത് പുഴുക്കളുള്ളൊരു മുറിവായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അന്നേരം കാല് മുറിച്ച് കളയേണ്ടി വരുമെന്നായിരുന്നു നമ്മൾ ആദ്യം വിചാരിച്ചത്. പക്ഷെ നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് 2 മാസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അങ്ങനെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് ആളുടെ വൂണ്ട് നമ്മൾ ഉണക്കിയെടുത്ത്. അന്നേരം ആൾക്ക് കുറച്ച് പ്രായം ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ ഇതുവരെ അങ്ങനെ അഡോപ്ഷന് വേണ്ടിയിട്ട് അങ്ങനെ ട്രൈ ചെയ്തില്ല. അതുപോലെ ആൾക്ക് നമ്മുടെ അടുത്ത് ഭയങ്കര അറ്റാച്ച്മെന്റ്. ഇയാളെന്ന് പറയുമ്പോഴത്തേക്ക് കൊല്ലത്ത് ആശ്രാമം സൈഡിൽ നിന്ന് റെസ്ക്യൂ ചെയ്തായിരുന്നു. ആളുടെ ഫ്രണ്ടിലത്തെ വന്നേടാ ആളുടെ ഫ്രണ്ടിലത്തെ താണ്ട ഈ ഒരു കാലിന്റെ ഈ എല്ല് ഒടിഞ്ഞതായിരുന്നു. അങ്ങനെ കമ്പിയിട്ടേക്കാ. ഇപ്പൊ ആള് അത്യാവശ്യം നല്ല നടക്കുകയൊക്കെ ചെയ്യും. കുഴപ്പമൊന്നുമില്ല. കണ്ടല്ലേ, ഒരു മുടന്തുണ്ട്, പക്ഷെ എന്നാലും നടക്കാൻ പറ്റുന്നുണ്ട്. അതിപ്പോ നമ്മൾ ഏത് കമ്പിയിട്ട് കഴിഞ്ഞാലും അങ്ങനെ. അല്ലെങ്കിൽ മക്കളെ
ഇവരെ ഡെയിലി ഓരോരുത്തരായിട്ട് കുളിപ്പിക്കാൻ ഒക്കെ പറ്റുമോ? ഇല്ല, നമ്മൾ ഈ കഴിവുന്ന സമയത്തായിരിക്കും ഇവരെ ചിലർക്ക് വെള്ളം കുളിക്കുന്നത് ഭയങ്കര പ്രശ്നമാണ്. ചിലർ വന്ന് നിന്ന് തരും, അവരൊക്കെ നമ്മൾ ആ സമയത്ത് തന്നെ കുളിപ്പിച്ച് വിടാറുണ്ട്. പിന്നെ ഡോഗ്സിനെ നമ്മൾ എല്ലാ ദിവസവും കുളിപ്പിക്കേണ്ട ആവശ്യമില്ല, മാസത്തിലൊരു 2 തവണ അങ്ങനെയൊക്കെ കുളിപ്പിച്ചില്ല. വേള എടുക്കട്ടെ, വന്നേ ചോദിക്കട്ടെ, ബാ. ആൾക്കാരിക്കുന്നുണ്ടോ പേടിച്ചിറങ്ങാത്ത കേട്ടോ? വാടേ, ഇയാളെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പൊ ഒരാഴ്ചയില് താഴെ ആയിട്ടുള്ളൂ. ഒരു ഷിറ്റ്സു ഡോഗാണ്. ആളെ നമുക്ക് കിട്ടുമ്പോഴത്തേക്ക് കണ്ട കണ്ണിന്റെ താഴെ ഒരു വലിയ മുറിവും. പഴുപ്പ് അതിപ്പോ മുറിവ് ഹീലായി വരുന്നേ ഉള്ളൂ, ആന്റിബയോട്ടിക് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അത് ആ മുറിവ് കാണണം, അത്രയ്ക്ക് വലുതായിരുന്നു. അതിനകത്തുനിന്ന് എങ്ങനെയാലും ഒരു 100 കണക്കിന് പുഴുക്കളുണ്ടായിരുന്നു. അത്രയും വലിയ ചെറിയ പുഴുക്കളല്ല, വലിയ പുഴുക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ചെറിയൊരു തലയ്ക്കകത്ത് ഇത്രയും പുഴുക്കൾ എങ്ങനെ ഉണ്ടായിരുന്നു പോലും നമുക്ക് അറിയത്തില്ല. ഇത് നല്ല ഡീപ്പായിട്ടുള്ള വൂണ്ടായിരുന്നു, ഈ വായ്ക്കകത്ത് വരെ ചെല്ലുന്ന അത്ര ഡീപ്പായിട്ടുള്ള. ഈ കണ്ണിന്റെ താഴെ മുഴുവനും പുഴുക്കളായിരുന്നു. ഇപ്പൊ അതൊക്കെ നല്ല ഹീലായി വന്നിട്ടുണ്ട്, മുറിവ് അറിയാൻ പോലും ഇല്ല. ഇനി ഈ ആന്റിബയോട്ടിക് കോഴ്സ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ പഴുപ്പെല്ലാം മാറിയിട്ട് ഹീലായി വരും. ഇതിപ്പോ അതിനു മുന്നേ നല്ല രീതിയിൽ നോക്കിയിരുന്ന ഒരു ഡോഗായിട്ട് തോന്നുന്നില്ല. അതായത് വൂണ്ട് കൊണ്ട് മാത്രമല്ല പ്രശ്നം ഉണ്ടായിരുന്നത്, ഫുള്ള് ദേഹം മൊത്തം ഫുള്ള് ജഡയായിട്ട് നല്ല രീതിയിൽ നോക്കാതെ ഇട്ടിരുന്ന ഡോഗാണ്. കുഞ്ഞിലെ ആ ഒരു കൂടുതലും ഈ കളയുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർത്തിയ ആൾക്കാർ തന്നെ ആയിരിക്കും ഇതിൽ കൊണ്ട് കളയുന്നത്. ഈ അവരെന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്ക് അവരുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും കൊടുത്തു, അങ്ങനെയുള്ളവരാണ് കൂടുതലായിട്ട് കൊണ്ടുവന്ന് കളയുന്നത്. അവർക്ക് ചിലപ്പോൾ എങ്ങനെ പ്രോപ്പറായിട്ട് നോക്കണമെന്നുള്ളതൊന്നും അറിയത്തില്ലായിരിക്കും. എന്താ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത? ഇയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കടിയനാട്ടോ. കൂട്ടിന്ന് അല്ല, അവനെ ഇങ്ങ് വാ മോനെ ചോദിക്കട്ടെ, ബാ. അവന് എൻ്റെ അടുത്ത് പ്രശ്നമില്ല കേട്ടോ, അവരെ ആരെയും കണ്ടുവിടാ. ആന്നാ വേറെ സംഭവം ഉണ്ട്, നോക്കിക്കോണേ. ഇത് എടുക്കാൻ നേരത്തെ ഇപ്പൊ കടിക്കാൻ വരും. ഇല്ല, ഇപ്പം കുഴപ്പമില്ല, കണ്ടോ കടിക്കാൻ വരുന്നുണ്ടോ? അവൻ അത് എടുക്കുന്നത് ഇഷ്ടമല്ല, അത് അവന്റെ സ്വന്തം സംഭവം, അതാണ് അവന്റെ പ്രശ്നം. അവന് ആക്സിഡന്റ് പറ്റിയിട്ട് ഒരു എങ്ങനെയായാലും ഒരാഴ്ചത്തേക്ക് മുകളിലെങ്ങാണ്ട് ഒരിടത്ത് കിടന്നെയാ. അവന്റെ കാലിന്റെ പാദത്തിനും പ്രശ്നമുണ്ട്, അവന്റെ കാലിന്റെ തുടയലുണ്ടല്ലോ, ഒടിഞ്ഞിട്ട് ശരീരത്തിന്റെ പുറത്ത് വന്നിരിക്കുക. അന്നേരം നമ്മൾ മാക്സിമം ആന്റിബയോട്ടിക് ഒക്കെ കൊടുത്തിട്ട് ആ മുറിവ് ഒന്ന് ഉണക്കി എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കാലിനകത്ത് കമ്പിട്ട് അവന്റെ കാല് സേഫ് ആക്കാനായിട്ട് പറ്റും. നിലവിലെ കണ്ടീഷനിൽ സർജറി ചെയ്യുവാണെങ്കിൽ അവന്റെ കാല് മുറിച്ച് കളയാനേ പറ്റത്തുള്ളൂ. അന്നേരം നമ്മളൊന്ന് കുറച്ച് ദിവസം നോക്കി പിന്നെ ഹെൽത്ത് കണ്ടീഷനൊക്കെ കണ്ടിട്ട് വാടാ, വാ. കണ്ടോ ചെറിയൊരു കണ്ടോ, ബാ കടിക്കല്ലേ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതിനകത്ത് ഇതുവരെ ആരും തൊട്ടിട്ടൊന്നും ഇല്ലായിരിക്കും, അതിന്റെ പ്രശ്നമാണ്. ഞാനാ കൊണ്ടുവന്നേ. ഇവരെ രണ്ടുപേര് പുതിയ ചെറിയ അതിഥികൾ? ഇവരെ ഇവിടുന്ന് കൊണ്ടുവന്നായിരുന്നു, എന്തുവാ വാഗമണ്ണിന്ന്. 5 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, 3 പേരെയും നമ്മൾ അഡോപ്ഷൻ ഇട്ടിട്ട് കൊടുത്തു. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വെള്ളം വെക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഇറങ്ങി അങ്ങ് കുളിയാ. ഇതിന്റെ അമ്പൂച്ച ഈ കാട്ട് പട്ടി അവിടെയുള്ള സംഭവമാണെന്നാ പറഞ്ഞത്, അത് പിടിച്ച് മരിച്ചുപോയി. അങ്ങനെ കണ്ണ് വിരിഞ്ഞതേ ഉള്ളായിരുന്നു, ആ സമയത്താണ് നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തരുന്നത്. 3 പേര് അഡോപ്ഷൻ നടന്ന്, ഇപ്പം 2 പേരും കൂടെ ഉണ്ട്. വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല? വേറെ ആരോഗ്യ പ്രശ്നങ്ങളില്ല. ഈ ആ സമയത്ത് അമ്മപ്പാലൊന്നും കിട്ടാത്തതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. ഇവര് 2 പേരും കോഴിക്കോട് നിന്ന് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് തന്നെയായിരുന്നു. ഇയാളുടെ കണ്ണിന് കണ്ടൊരു പ്രശ്നമുണ്ട്, അന്നേരം അത് ഇപ്പം ഡ്രോപ്സ് ഒഴിച്ചുകൊണ്ടിരിക്കുക. അന്നേരം ആ കണ്ണ് പോയി സർജറി ചെയ്ത് കളയണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വന്നത്. പക്ഷെ ഇപ്പം ആ കണ്ണ് താണ്ട ഉള്ളിലുണ്ട്. ഞങ്ങൾ ഡ്രോപ്സ് ഒക്കെ ഒഴിച്ചിട്ട് അത് ഇന്ന് വരുവാടാ, ഡ്രോപ്സ് ഒഴിച്ചിട്ട് താണ്ട അതൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. കണ്ണുണ്ടോ, ആ കണ്ണ് സർജറി ചെയ്ത് കളയണമെന്ന് പറഞ്ഞതായിരുന്നു. ഇപ്പൊ നമ്മൾ കണ്ട് ഒഴിച്ച് കണ്ണിനകത്തൊരു മുറിവുണ്ടായിരുന്നു, അത് റെഡിയാക്കി എടുക്കും. അതാണ്ട് ഈ കണ്ണുണ്ടോ, അത് ഓക്കെ വരുന്നുണ്ട്. അയാൾക്ക് സ്കിൻ ഇൻഫെക്ഷൻ മാത്രമേ ഉള്ളൂ, അതിന്റെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുക. ഇവര് കുഴപ്പമൊന്നുമില്ല. ഇത് കോഴിക്കോട് നിന്ന് അങ്ങനെ ഈ പല റെസ്ക്യൂസ് ഒക്കെ ചെയ്യുന്നവർക്ക് ചിലർക്ക് പലർക്കും. ഇയാളെ ട്രെയിൻ തട്ടിയതായിരുന്നു കൊല്ലത്ത്. ട്രെയിൻ തട്ടിയ ആളുടെ ഫ്രണ്ടിലത്തെ ഒരു കാലില്ല, കണ്ട
അങ്ങനെ ഇയാളെ ഫസ്റ്റ് കാണുന്നതെന്ന് പറഞ്ഞാൽ ഇയാളെ റെസ്ക്യൂ ചെയ്യുന്ന ഞാനല്ല, ഒരു സാധാരണ മനുഷ്യനാ, മുസ്ലിമാണ്. ഇയാളുടെ അവസ്ഥ കണ്ടിട്ട് എടുത്തോണ്ട് പോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സർജറി ചെയ്തിട്ട് അന്നേരം പുള്ളിക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല. അങ്ങനെയാണ് നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. വളരെ സ്നേഹമുള്ളൊരു ഡോഗാണ്. അന്നേരം റെസ്ക്യൂർ ആവണമെന്ന് തന്നെയല്ലേ ഇവരെയൊക്കെ രക്ഷപ്പെടുത്തണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും പറ്റും. വേറെ കുഴപ്പമൊന്നുമില്ല. ഇയാൾ 3 കാലിനകത്ത് നല്ല അടിപൊളിയായിട്ട് ഓടി നടക്കുകയൊക്കെ ചെയ്യും. നമ്മൾ അവിടുത്തെ കോമ്പൗണ്ട് ഓക്കെ ആയി കഴിഞ്ഞിട്ട് അവിടെ ഷെൽട്ടർ ഹോമിലോട്ട് എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു കോമ്പൗണ്ട് ഓൾറെഡി ഉണ്ട്. പക്ഷെ അതിനകത്ത് ഇച്ചിരി വലിയവന്മാര് നാടന്മാരാ, അവന്മാര് ഇച്ചിരി പ്രശ്നക്കാരന്മാരാ. രാമാറോടെ ഇവരെ കൊണ്ടുപോയി ഇടാനായിട്ട് പറ്റത്തില്ല. അന്നേരം അതുവരെ നമ്മളൊന്ന് നിർത്തിയേക്കുക. നോക്ക്, ഇയാളുടെ ഇതുവരെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. അന്നേരം ഒന്ന് എന്തുവാ അഡോപ്ഷൻ അങ്ങനെ ഇട്ട് ആരെങ്കിലും എടുക്കാനായിട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കൊടുക്കും. ഓരോരുത്തർക്കും ഓരോ വീട് കിട്ടുന്നേ, നമ്മൾ ഒരിക്കലും ഷെൽട്ടറിൽ നിർത്തണമെന്ന് പറയത്തില്ല. ഇവർ രണ്ടുപേരെയും കൊണ്ടുവന്ന് കളഞ്ഞിട്ടുള്ളതായിരുന്നു. 3 പപ്പീസ് ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അറിയിക്കുന്ന സമയത്ത് 3 പപ്പീസ് ഉണ്ടായിരുന്നു. പിറ്റേ ദിവസമാണ് നമ്മൾ പോയി എടുക്കുന്നത്. അപ്പോഴത്തേക്ക് ഒരു പപ്പി മരിച്ചു കിടക്കുമായിരുന്നു അവിടെ. ഇയാളെ നമ്മള് ഇവരെ കൊല്ലം ഭരണിക്കാവിന്നാണ് ഈ രണ്ടുപേരെ എടുക്കുന്നത്. ഇവർ രണ്ടുപേരും നമ്മുടെ അടുത്ത് എടുക്കത്തില്ലായിരുന്നു. ഇപ്പം പക്ഷെ നമ്മൾ 2 ദിവസം ആഹാരം കൊടുക്കുന്നതുകൊണ്ട് നല്ല സ്നേഹം. ദേഹം ഫുള്ള് കണ്ടോ, ചെള്ളും പിന്നെ മാഗറ്റ് പുഴുവായിട്ടുണ്ടായിരുന്നു. ഈച്ച മുട്ടയിട്ടിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നമായിട്ടുണ്ടായിരുന്നു. അന്നേരം ഇവരെയൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ നമുക്ക് അഡോപ്ഷൻ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അത് സ്പിറ്റ്സ് ആണ്. ഇങ്ങ് വാക്കളെ ഇച്ചിരി പ്രശ്നം കേട്ടോ. പേടിയുണ്ട് കേട്ടോ. ഇയാളെ നമ്മള് കൊല്ലം പുതിയകാവ് നിന്നാണ് റെസ്ക്യൂ ചെയ്യുന്നത്. ഒരു ഓടയ്ക്കകത്ത് മഴ സമയത്ത് പിന്നെ ഭയങ്കര കുശുമ്പുള്ള ആളാ കേട്ടോ. ഓടയ്ക്കകത്ത് വെള്ളമുള്ള മിണ്ടാരിടാ. ഓടയ്ക്കകത്ത് നിന്നാ നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നത്. മിസ്സായതാവാണ് ചാൻസ്. കാരണം വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ കൊണ്ടുവന്ന് മഴ ഫുള്ള് നനഞ്ഞ് ഒരു പരുവായിട്ടൊക്കെ വരുന്നത്. കൊണ്ടുവന്നിട്ട് ഫുഡ് കഴിക്കുന്നില്ലായിരുന്നു. അങ്ങനെ നമ്മള് ബ്ലഡ് ഒക്കെ പോയി നോക്കിയപ്പോഴത്തേക്ക് ചെള്ളുപനി. അങ്ങനെ ചെള്ളുപനി ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 21 ദിവസത്തിന് മേളിലുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. അത്രയും ദിവസം നമ്മൾ ടാബ്ലറ്റ് കൊടുക്കണം, മെഡിസിൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ഓക്കെ ഒക്കെ എടുക്കുന്നത്. അങ്ങനെ അയാൾ കഴിച്ചു തുടങ്ങിയത്. കഴിച്ചു തുടങ്ങി ഇപ്പം ഓക്കെയാണ്. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അന്നേരം ഓണർ വിളിച്ചിട്ടുണ്ട്. നമ്മൾ ഇനി ആ സൈഡിലോട്ട് റെസ്ക്യൂവിന് പോകുമ്പോഴത്തേക്ക് കൊണ്ട് കൊടുക്കാന്ന്. അല്ല, ഇവിടെ നമ്മൾ അവിടെ പോയി അവിടുത്തെ സാഹചര്യം കാര്യങ്ങളൊക്കെ നമ്മൾ അഡോപ്ഷൻ കൊടുക്കുവാണെങ്കിലും അങ്ങനെ തന്നെ ഉള്ളൂ. കാരണം നമ്മൾ ഇത്രയും കഷ്ടം, നമ്മൾ ഓരോ ഡോഗിനെ റെസ്ക്യൂ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അത്രത്തോളം കഷ്ടപ്പാടുണ്ട്, പണത്തിന് ചെലവുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്തിട്ട് ഇവര് ജീവിക്കുന്ന സാഹചര്യം നല്ല നമ്മൾ കാണിക്കണം. അതുകൊണ്ട് അങ്ങനെ നമ്മൾ നേരിട്ട് പോയേ കൊടുക്കാറുള്ളൂ. ആള് നമ്മൾ ഇങ്ങനെ തൊടാനും സമ്മതിക്കത്തില്ലായിരുന്നു. ആദ്യം കടിക്കാൻ വരുമായിരുന്നു, തൊടുമ്പോഴേ കടിക്കാൻ വരുമായിരുന്നു. ഇപ്പം പിന്നെ വലിയ കുഴപ്പമില്ല. ഇല്ലയോടാ, ഇല്ലയോ, ക്യൂട്ട്നെസ്സാ. ഇയാളെ എടുക്കട്ടെ ഞാൻ അങ്ങനെ. ഇയാളെ കൊല്ലം കുണ്ടറേന്ന നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നത്. സ്കിൻ ഇൻഫെക്ഷനും പിന്നെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചതായിരുന്നു. ആളെന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഡോഗായിരുന്നു ഇത്. ഞാൻ വലയിട്ട് പിടിച്ചൊരു പോമറേനിയൻ ഡോഗായത്. അല്ലാതെ നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല. സാധാരണ നമ്മൾ മൗത്ത് ഗാർഡൊക്കെ ഇട്ട് കുറച്ചു നേരം ഇണക്കിയൊക്കെ എടുത്ത് നമ്മൾ കയറ്റുന്നത്. ഇയാൾ ഒരു രീതിയിൽ ഒരു ഗേറ്റിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് കളഞ്ഞേക്കുമായിരുന്നു. ആ വീട്ടിലെ ആൾക്കാർ വന്നിട്ട് ആ ഗേറ്റ് കിടന്ന് അവരെ പോകാനായിട്ട് സമ്മതിക്കത്തില്ല. അങ്ങനെ നമ്മളെ വിളിക്കുന്നത്. അങ്ങനെ പോയി വലയിട്ടാ പിടിക്കുന്നത്. പക്ഷെ ഇപ്പം കണ്ടില്ല, ഇവരെല്ലാം ഈ വളർന്ന സാഹചര്യത്തിൻ്റെതാണ് പ്രശ്നം, അല്ലാതെ ഡോഗ്സിന്റെ സ്വഭാവമല്ല. സ്കിൻ ഇൻഫെക്ഷൻ തന്നെ, സ്കിൻ ഇൻഫെക്ഷൻ. പിന്നെ ഇപ്പൊ മാറി വരുന്നതേ ഉള്ളൂ ട്രീറ്റ്മെന്റിനകത്താ. പക്ഷെ ടൈം എടുക്കും. കാരണം ഭയങ്കരമായിട്ട് മോശം അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരുപാട് രോഗങ്ങളുള്ള ഡോഗിനപ്പോ ഒരാളുടെ രോഗാവസ്ഥ നോക്കി ശരിയാക്കുക എന്ന് പറയുന്നതും ടാസ്ക് പിടിച്ചൊരു കാര്യമല്ല. പിന്നല്ലാതെ ഇവർക്ക് എന്തോ ബുദ്ധിമുട്ടെന്നുള്ളത് ഇവർക്ക് പറയാനായിട്ട് പറ്റത്തില്ല. നമ്മൾ വേണം കണ്ടെത്താനായിട്ടുള്ളത്. ഇവർ രണ്ടുപേരും എന്ന് പറയുമ്പോഴത്തേക്ക് അയാളെ നമുക്ക് പപ്പിയായിട്ട് തന്നെ ഒരു 5 പപ്പീസിനെ കിട്ടിയിട്ട് അതിലൊരാൾ അഡോപ്ഷൻ ആവാതെ നിൽക്കുന്നയാളാ. ഇയാള് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഡോഗാ. ഇയാളെ 5 പപ്പീസിനെ തീരെ പൊടിയായിട്ട് നമുക്ക് കിട്ടിയതായിരുന്നു. 4 പേര് അഡോപ്ഷൻ നടന്ന് ഒരാള് നടന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പപ്പീസിനെ എടുക്കാത്തത്. കാരണം ഈ അഡോപ്ഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലായി പോയി കഴിഞ്ഞാൽ നമുക്കൊരു വയ്യാത്ത ഡോഗ്സിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി ഇയാളെ അഡോപ്ഷൻ നടക്കുമെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. പക്ഷെ ആള് നല്ല ഫ്രണ്ട്ലിയാ. എന്താ മറ്റേ ആളെ കല്യാണി എടുക്കാം. പേരുകളൊക്കെ ഇയാള് നമ്മൾ അങ്ങനെ ആർക്കും പേരിടത്തില്ല. ഇത് ഹോസ്പിറ്റലിലെ ഡോക്ടർമാര് പേരിട്ടതാ. കാരണം ഇവള് കുറെ നാൾ അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു.
ദാണ്ടെ ഇയാളുടെ പേര് കല്യാണി. ഇയാളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാണ്ടെ ഇവിടെ ഒരു സ്റ്റിച്ച് ചെയ്ത മാർക്ക് കാണാൻ പറ്റും. ഇയാൾക്ക് ആക്സിഡന്റ് പറ്റിയിട്ട് ഇയാളുടെ കുടല് പുറത്തു വന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇൻഡസ്റ്റൈൻ പുറത്ത് വന്നേക്കുമായിരുന്നു. അങ്ങനെ കൊണ്ടുപോയി ആളെ സർജറി നടത്തിയിട്ട് ഇപ്പം ഓക്കെയാണ്. അന്നേരം ഇപ്പം ഇയാൾ അഡോപ്ഷന് വേണ്ടിയിട്ടുള്ളൊരു പ്രായമാണ്. നോക്കുന്നുണ്ട്, ഫാമിലീസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ കൊടുക്കും. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗ്. അവിടുത്തെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനൊക്കെ ജീവനായിരുന്നു ഇവളെ. കാരണം അവരെ ഈ കല്യാണി എന്നുള്ള പേരിട്ടത്. നമ്മളങ്ങനെ റെസ്ക്യൂ ഡോഗ്സിന് ഈ അഡോപ്ഷന് കൊടുക്കുമെന്നുള്ള ആ ഒരു ഇതുള്ള തീരുമാനത്തിലുള്ള ഡോഗ്സിന് നമ്മൾ പേരിടാറില്ല. കാരണം എടുക്കുന്നവർക്ക് ഓരോ താല്പര്യങ്ങളുണ്ടായിരിക്കും പിന്നെ പേരിടണമെന്നുള്ളത്. ഹലോ, ബാ. ഇവളെ ഹിപ്പിന് ഫ്രാക്ചർ ആയിട്ട്, അതായത് എഴുന്നേറ്റ് നിൽക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു. പാരലൈസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ ഒരു ചേച്ചി കണ്ട് എടുത്ത് ഇവിടെ കൊണ്ടുവന്നതായിരുന്നു, ഓട്ടോയ്ക്കകത്ത് കൊണ്ടുവന്നതായിരുന്നു. അന്നേരം നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് പെയിൻ കില്ലറൊക്കെ എടുത്ത് റെസ്റ്റ് കൊടുക്കുമായിരുന്നു. ഇവൾ എഴുന്നേറ്റ് നടന്നാൽ ഞാനങ്ങനെ ആ ചേച്ചിക്ക് വീഡിയോ ഒക്കെ അയച്ചു കൊടുത്ത് തിരിച്ചുകൊണ്ട് അവിടെ ആക്കാന്നൊക്കെ ഉള്ളൊരു ഇതിനകത്ത് ഒരു 10-15 വയസ്സ് എങ്ങനെയാലും കാണും. നല്ല പ്രായമുള്ള ഡോഗാ. ഈ എഴുന്നേറ്റ് നടന്നതിന്റെ പിറ്റേ ദിവസം ഇവളങ്ങ് പ്രസവിച്ച കുഞ്ഞുങ്ങളാണ് നിൽക്കുന്നത്. അന്നേരം ഇനി ഇവളെ വിടുന്നില്ല എന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇത്രയും പ്രായം ഉള്ളതുകൊണ്ട്. പിന്നെ ഹിപ്പ് ഫ്രാക്ചർ, നമ്മളിനി ഏത് എല്ല് ഫ്രാക്ചർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കാണെങ്കിലും അങ്ങനെ തന്നെ, നമ്മൾ എത്ര ഓക്കെ ആയി കഴിഞ്ഞാലും നമുക്ക് ആ ഒരു പ്രശ്നം കാണും. ഒരു മുടന്തോ നമ്മൾ പഴയതുപോലെ ഈ കാലായിരുന്നു പ്രശ്നമുണ്ട്. ഈ കാല് മുറിവും ഇത് ഹിപ്പ് മൊത്തം പാരലൈസ്ഡ് ആയിരുന്നു, ഇഴഞ്ഞായിരുന്നു നടക്കുന്നേ. ഭക്ഷണം കഴിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്, ഒരു കുഴപ്പമില്ല. കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ പാല് കൊടുക്കും, കുഞ്ഞുങ്ങളെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവര് 4 പേര് പപ്പീസിനെ ഇപ്പം ഞങ്ങൾ പോയ വഴിക്ക് കണ്ടിട്ട്, നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പപ്പീസ് പലരും വിളിക്കുമ്പോഴത്തേക്ക് പപ്പീസിനെ എടുക്കത്തില്ല എന്ന് പറയും. കാരണം ബ്രോയ്ക്ക് മനസ്സിലായി കാണും, ഇതേപോലെ പപ്പീസ് അഡോപ്ഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ കൊല്ലം ജില്ലയിൽ വളരെ കുറവാണ് നാടൻ പപ്പീസിന്റെ അഡോപ്ഷൻ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അന്നേരം നമ്മൾ വഴി കഴിച്ച് കണ്ടിട്ട് പിന്നെ കളഞ്ഞിട്ട് വരാനായിട്ട് തോന്നിയില്ല. അങ്ങനെ എടുത്തോണ്ട് വന്നതാണ് ഇവരെ 4 പേരെ. അത് ഇട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഈ കോളർ എന്നാണ് ഈ സംഭവത്തിന്റെ പേര്, തലയിൽ ഇട്ടേക്കുന്നത്. ഇങ്ങ് വാടാ, വാ ചോദിക്കട്ടെ. കാല് കുരുങ്ങല്, ഇങ്ങ് വാ. ഈ സംഭവം ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ മുറിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സർജറി കഴിഞ്ഞിട്ട് സ്റ്റിച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ലിക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാ ഇടുന്നത്. ഇയാളുടെ കാല് ഒടിഞ്ഞതായിരുന്നു, ഈ കാല്. അങ്ങനെ ഇതിനകത്ത് കമ്പി ഇട്ടേക്കാം. സ്റ്റിച്ച് ഉണ്ട്, സ്റ്റിച്ച് എടുക്കണം. ഇതിപ്പോ സ്റ്റിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇവർ ഇതിനകത്ത് ഇറിറ്റേഷൻ കാരണം കടിച്ച് പൊട്ടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അന്നേരം അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവരെ ഈ കോളർ ഇടുന്നത്. ഇയാളെ കരുനാഗപ്പള്ളിന്ന്, കൊല്ലം കരുനാഗപ്പള്ളി. ചെള്ളിന്റെ പ്രശ്നമുണ്ട്. അത് പക്ഷെ അവർക്ക് ഇത്ര പ്രായത്തിനനുസരിച്ച് കൊടുക്കാൻ പറ്റത്തുള്ളൂ അതിന്റെ ട്രീറ്റ്മെന്റ്. നല്ല ഫ്രണ്ട്ലിയാ. നമ്മൾ നേരത്തെ ആ കേജിൽ കിടക്കുന്ന ആളെ കണ്ട പോലെ തന്നെ ഇയാളുടെയും തലയിൽ വണ്ടി എന്തോ കയറിയിട്ട് 2 കണ്ണുകളും പുറത്തു വന്ന അവസ്ഥയിലായിരുന്നു. പക്ഷെ മറ്റയാളുടെ അത്ര ഫ്രണ്ട്ലി അല്ല ഇയാള്. നമ്മൾ തൊടുമ്പോഴും ഒരു പേടിയാ. ഹലോ, കണ്ടോ, പേടിച്ചങ്ങ് ഒഴിഞ്ഞു മാറിപ്പോവാ. കാരണം ആ ഒരു ട്രോമയ്ക്കകത്തുനിന്ന് അവര് റിക്കവർ ആയിട്ടില്ല. അതുപോലെ ചിലപ്പോൾ അതിനു മുന്നേ ഇതേപോലെ ഒരു മനുഷ്യൻ തൊട്ടിട്ടുണ്ടായിരിക്കത്തില്ല. കൂടുതൽ ആളുകൾ ഉപദ്രവിക്കുകയല്ലേ ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ളവരൊക്കെ അങ്ങ് ഇദ്ദേഹം അയാള് നമ്മുടെ കൂടെ നടക്കും. ഇദ്ദേഹത്തിന്റെ കഥ എന്താ? ഇദ്ദേഹത്തെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ദിവസം റെസ്ക്യൂ പോയിട്ട് വേറൊരു റെസ്ക്യൂവിന് പോവായിരുന്നു. റെസ്ക്യൂവിന് പോയി ആ സ്ഥലത്ത് തന്നെയുള്ള അടുത്തുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇതേപോലെ ഒരു ഡോഗ് അവിടെ വയ്യാതെ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ കനേഡിയൻ ഡിസ്റ്റംബർ ആയിരിക്കും എന്നാ വിചാരിച്ചത് ഈ അവസ്ഥ കണ്ടപ്പോഴത്തേക്ക്. പക്ഷെ പോയി നോക്കിയപ്പോഴത്തേക്ക് ട്വിച്ചിങ് ഒന്നും കാണിച്ചില്ല. അന്നേരം ഒരു ഡൗട്ട് തോന്നി എടുത്തുകൊണ്ട് വന്നതാ. അന്നേരം ടിക് ഫീവർ ആയിരുന്നു ആൾക്ക്. ടിക് ഫീവർ വന്നിട്ട് ആഹാരം ഒന്നും കഴിക്കാതെ ക്ഷീണിച്ച് കിടക്കുകയായിരുന്നു. അങ്ങനെ എടുത്തുകൊണ്ട് വന്നതാണ്ട് ഇപ്പൊ ഈ ഒരു അവസ്ഥയിലാക്കിയിട്ടുണ്ട്. ആള് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മുടെ കൂടെ എപ്പോഴും നമ്മൾ ഇവിടെ നിന്ന് കെട്ടിയിടേണ്ട ആവശ്യമില്ല, ചുറ്റുമതിലിന്റെ ഒന്നും ആവശ്യമില്ല, നമ്മുടെ കൂടെ നടന്നോളൂ. ജർമ്മൻ ഷെപ്പേർഡ് ആണ്. ആളെ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴുത്തിന്റെ ഭാഗത്ത് ഭയങ്കര ഒരു വൂണ്ടായിരുന്നു. വൂണ്ട് അതിനകത്ത് ഫുള്ള് പുഴുക്കളുമായിട്ട് കിട്ടിയതായിരുന്നു. അങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്ത് ഓക്കെ ആക്കി. എന്നിട്ട് അഡോപ്ഷന് വേണ്ടിട്ട് ഇപ്പൊ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ആൾക്ക് ചെറിയൊരു ടിക് ഫീവർ വന്നിട്ട് ഇപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുക. അതായത് ക്യാനിലൊക്കെ ഇട്ടേക്കുന്നത്. അതിന്റെ ഇഞ്ചക്ഷൻ നമ്മളിപ്പോ ഡെയിലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എടുത്തോണ്ടിരിക്കുക. അതിൻ്റെതായിട്ടുള്ള ക്ഷീണമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഫുഡ് കഴിക്കുന്നില്ല 2-3 ദിവസം. പിന്നെ ഇന്ന് തൊട്ട് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന് എന്താ പറ്റിയത്? ഇയാള് എന്റെ ഫ്രണ്ടാണ്, ആന്റണി എന്ന് പറയുന്ന എറണാകുളത്തുള്ള റെസ്ക്യൂ ചെയ്യുന്നത്. ആളുടെ തല മൊത്തത്തില് മുറിവ് പറ്റിയിട്ട് പുഴുവായിരുന്നു, കണ്ണൊന്നും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ആളവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി
ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് ഉം. പിന്നെ തിരിച്ച് റോഡിലോട്ട് വിടാനായിട്ട് ഒരു ഇതില്ല, സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് തിരിച്ചു ഇങ്ങോട്ട് കൊണ്ടുവന്നേ, നമ്മുടെ ഷെൽട്ടറിലോട്ട് കൊണ്ടുവന്നേ. പുള്ളിക്ക് ഷെൽട്ടർ ഇല്ല അവിടെ. ഒരു കാഴ്ചയുണ്ടോ? കാശുണ്ട് പിന്നെ. ആ. ഈ ഒരു കണ്ണിനില്ല, ആ. ഈ ഒരു കണ്ണ് പോയതാണ്. Okay. അത് ഈ ഒരു വൂണ്ടും ആ. ഹീൽ ആവത്തില്ല, ഓക്കെ. അത് അങ്ങനെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. ആൾക്ക് ഈ ഒരു കണ്ണിനകത്തൂടെ അപ്പൊ ഇതിന് ഡെയിലി ട്രീറ്റ്മെന്റ് ചെയ്യണ്ടോ? നമ്മൾ പൊടിയൊക്കെ ഇടുന്നുണ്ട്, പക്ഷേ അത് ഇൻഫെക്ഷൻ ആവാതെ നോക്കിയാലേ പറ്റത്തുള്ളൂ. ഇനി ഹീലാവില്ല. ഹീൽ ആവത്തില്ല. ഓക്കെ. ഇപ്പൊ ഇദ്ദേഹം ഈ വളരെയധികം ഫ്രണ്ട്ലി ആണ്, പക്ഷെ രണ്ട് കാല് സ്വാധീനമില്ല. ഇയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറെ പേരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും സോഷ്യൽ മീഡിയയിലൊക്കെ. അത്യാവശ്യം വൈറലായിട്ടുള്ള ഒരു ഡോഗാണ്. ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ ഒരു സ്കൂട്ടറിനകത്ത് വന്നിട്ട് ഇയാളെ തിരക്കുള്ള ഒരു റോഡ് ക്രോസ് ചെയ്യിപ്പിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു വീഡിയോ കണ്ടിട്ട്, അതും എന്റെ ഫ്രണ്ട് ആന്റണിയാണ്, എറണാകുളത്ത് നിന്ന് പോയി റെസ്ക്യൂ, പുള്ളി അവിടെ എറണാകുളത്ത് റെസ്ക്യൂ ചെയ്യുന്നത്. അങ്ങനെ റെസ്ക്യൂ ചെയ്ത് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ആള് ആള് ഓക്കെ ആവത്തില്ല എന്നുള്ളൊരു കണ്ടീഷനാണ്. അന്നേരം പിന്നെ റോഡിലോട്ട് തന്നെ വിടാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയാണ് നമ്മുടെ ഷെൽട്ടറിലോട്ട് സ്വാധീനമില്ല. ആള് പക്ഷെ എപ്പോഴും നമ്മള് മനുഷ്യന്മാരുമായിട്ട് എപ്പോഴും ഇണങ്ങി ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഡോഗാണ്. ഇവൻ ഭയങ്കര ഫ്രണ്ട്ലിയാ, പക്ഷെ എന്റെ കാല് കാണണ്ടേ, മുറിച്ച് കാല് ആക്സിഡന്റ് പറ്റിയിട്ട് അവന് വേദന ഉണ്ട് അവിടെ കേട്ടോ. അയാൾക്ക് ആളുടെ ഒരു കാലാണെങ്കിൽ മുറിച്ച് കളഞ്ഞേക്ക്, ആക്സിഡന്റ് പറ്റിയിട്ട് ആ ജോയിന്റിന്റെ അവിടെ ആയിരുന്നു ഫ്രാക്ചർ. അന്നേരം അത് പിന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ അത് ജോയിന്റിന്റെ അവിടെ നിന്ന് കട്ട് ചെയ്തായിരുന്നു. ഇയാളുടെ ഇവിടെ ഒരു വൂണ്ടും ഉണ്ടായിരുന്നു, അതിനകത്ത് മൊത്തം പുഴു ഉണ്ടായിരുന്നു. അതിപ്പോ എന്തായാലും ഹീൽ ആയിട്ടുണ്ട്, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. എത്ര ഡോഗ്സ് ഉണ്ട് ഇവിടെ ഈ ഒരു കോമ്പൗണ്ടിൽ? എങ്ങനെയാണെങ്കിലും കൂടുതൽ നാടൻ ഡോഗ്സ് ആണ് നമ്മുടെ ഈ കോമ്പൗണ്ടിനകത്ത്. അവര് നമ്മൾ ഫുൾ ടൈം ഓപ്പൺ ചെയ്ത് വിട്ടേക്കുക. ഒരു 30-40 ഇടയ്ക്ക് ഡോഗ്സ് ഉണ്ടാവും. നമുക്കിത് പലരും ട്രീറ്റ്മെന്റിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ തിരിച്ചുവിടാൻ പറ്റുന്നവരെയൊക്കെ നമ്മൾ തിരിച്ചുവിടാക്കെ ചെയ്യും. ഇതിനകത്ത് കൂടുതൽ ഡോഗ്സും പാരലൈസ്ഡ് ആയിട്ട്, അതായത് ബാക്കിലത്തെ 2 കാലുകൾക്ക് സ്വാധീനം ഇല്ലാതെ കിട്ടിയ ഡോഗ്സ് ആണ് ഇതിനകത്ത് നിൽക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും. പിന്നെ 1-2 പേർക്കൊക്കെ സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ട്, അതൊരു ഡോഗിനകത്തുനിന്ന് സ്പ്രെഡ് ആയതായിരുന്നു. ആ ഡോഗിനും കണ്ണിന് പ്രശ്നമുണ്ടല്ലേ? ഇവൾക്ക് കണ്ണ് പുറത്ത് വന്നിട്ട് റെസ്ക്യൂ ചെയ്തായിരുന്നു. ഇവളെ എങ്ങനെയാലും എന്റെ കയ്യിൽ വന്നിട്ട് ഒരു 2 വർഷമായിട്ടുണ്ടായിരിക്കണം. ഉള്ള ഒരു കണ്ണ് പുറത്ത് വന്നിരിക്കുകയായിരുന്നു. അങ്ങനെ റെസ്ക്യൂ ചെയ്ത് പിന്നെ ആ കുഞ്ഞിലെ നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നവരൊന്നും പിന്നെ നമ്മൾ തിരിച്ച് റോഡിലോട്ട് വിടത്തില്ല. അടങ്ങിരി. ഇയാള് പാരലൈസ്ഡ് ആയിരുന്നു കേട്ടോ കിട്ടുന്ന സമയത്ത്. ബാക്കിലത്തെ 2 കാലുകളും തളർന്ന അവസ്ഥയായിരുന്നു. ആള് ഭയങ്കര ഫ്രണ്ട്ലിയാ. റോഡിൽ നിന്ന് കിട്ടുന്നേ, ഒന്ന് ആലോചിച്ച് നോക്കണം. ഇയാളെ 1.5 മാസത്തിലാണ് ഇവളെ നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇങ്ങോട്ട് വന്നടി. ഇയാളെ ഈ ഒരു കാല് മൊത്തത്തില് ഒരു ബൈക്ക് കയറിയിട്ട് പുഴുവായിട്ട് 1.5 മാസം ഇങ്ങനെ എന്റെ കൈക്കകത്ത് ഈ ഒരു പരുവത്തിനകത്ത് കിട്ടിയ ആളായത്. എന്റെ ഒരു ആദ്യത്തെ ഒരു 10 റെസ്ക്യൂവിനകത്ത് ഉള്ള ആളായത്. ഇപ്പൊ ചെറിയൊരു സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. ബാക്കിയല്ലാതെ 3 കാലിനകത്ത് ആള് നല്ല രീതിയിലാ ഓടി നടക്കുന്നത്, വേറെ പ്രശ്നമൊന്നുമില്ല. അയാളും പാരലൈസ്ഡ് ആയിട്ട് കിട്ടിയതായിരുന്നു. പിന്നെ ഇപ്പം പാരലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ആൾക്കാരൊക്കെ അതുകൊണ്ട് അതിനകത്താ ഉള്ളത് കേട്ടോ. ഇയാളെ ഇപ്പൊ നമ്മള് ലാസ്റ്റ് ആയിട്ട് കൊല്ലം കൊട്ടിയത്തുനിന്ന് റെസ്ക്യൂ ചെയ്തായിരുന്നു. ഇതിനകത്തുള്ളവരാരും അത്ര ഫ്രണ്ട്ലി അല്ല, കാരണം കുറച്ച് ദിവസമായിട്ടുള്ള നമ്മുടെ കയ്യിൽ ഇട്ടിട്ട് നമ്മൾ ഇണങ്ങി വരുന്നേ ഉള്ളൂ. ഇയാളുടെ സ്പൈന് ഫ്രാക്ചർ പറ്റിയേക്കാണ്, നട്ടെല്ല് ഒടിഞ്ഞിരിക്കുക. ആള് എണ്ണിച്ച് നടക്കാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാ, ഇഴഞ്ഞാണ് നടക്കുന്നത്. ഇയാള് ഈ അടി കിടക്കുന്ന ആള് വർക്കലേന്ന് കിട്ടിയതായിരുന്നു, ഓടയ്ക്കകത്ത് കിടക്കുകയായിരുന്നു. ഒരാൾക്ക് ഓൾറെഡി ഫ്രണ്ടിലത്തെ കാലിന് നേരത്തെ എന്തൊരു ആക്സിഡന്റ് പറ്റിയിട്ട് സ്വാധീനമില്ല, ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അങ്ങനെ ഇരുന്നുണ്ടെങ്കിൽ ഹീലായി പോയി. അതിലൂടെ പിന്നെ വണ്ടി ഇടിച്ചിട്ട് ഹിപ്പ് ഫ്രാക്ചർ ആയി. ഹിപ്പ് ഫ്രാക്ചർ ആയിട്ട് ആളിപ്പം എഴുന്നേറ്റ് തണ്ടേ നടക്കൊക്കെ ചെയ്യും. നമ്മൾ നിൽക്കുന്നുണ്ടല്ലോ. എണ്ണീറ പേടിയാട്ടോ ഭയങ്കര. 3 കാലിനകത്ത് നടക്കും. ഇയാള് അത്യാവശ്യം ഇണക്കമുള്ളൊരു ഡോഗാ, നല്ല പ്രായമായിട്ടുള്ളൊരു ഡോഗാ. ആളെ നമ്മള് സീതത്തോട് റെസ്ക്യൂ ചെയ്ത്. ആളുടെ ഹിപ്പിനും ഫ്രാക്ചർ ഉണ്ട്. ഈ ഒരു കാല് കണ്ടോ പഴുത്തിരിക്കുന്നത്, ഈ ഒരു കാലും ഫ്രാക്ചറാ. അന്നേരം ഹോസ്പിറ്റലിൽ കൊണ്ട് സർജറിക്ക് നമ്മൾ ബ്ലഡ് നോക്കിയപ്പോഴത്തേക്ക് ആൾക്ക് ബ്ലഡ് ഭയങ്കരമായിട്ട് കുറവാണ്. അന്നേരം സർജറി ചെയ്യാനായിട്ടുള്ളൊരു ഇതില്ല, ആരോഗ്യമില്ല. അന്നേരം ഇയാളിപ്പം ട്രീറ്റ്മെന്റിനകത്താ. ഈ കാല് പക്ഷെ ഓരോ ദിവസം കൂടുന്തോറും ഇൻഫെക്റ്റഡ് ആയിട്ടോണ്ടിരിക്കുക. പ്രായത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇയാൾക്ക്. ഇയാളെ എറണാകുളത്ത് നിന്നുണ്ടെന്ന്. ഇയാൾക്ക് 3 കാല്, ഫ്രണ്ടിലത്തെ ഒരു കാല് മുറിച്ചളഞ്ഞ, പക്ഷെ അത്ര ഫ്രണ്ട്ലി അല്ല നമ്മുടെ അടുത്ത്. ഇയാളെ എറണാകുളത്ത് നിന്ന് കൊണ്ടുവന്നേ. ഫ്രണ്ടിലത്തെ കാലിന്റെ പത്തിയുടെ അവിടെ വെച്ചിട്ട് ആക്സിഡന്റ് പറ്റിയിട്ട്
പുഴുവായി മൊത്തം. അങ്ങനെ അത് ആംബ്യൂട്ടേറ്റ് ചെയ്തിട്ട് അവിടുന്ന് കൊണ്ടുവന്നേ. ഓ ഓ ഓക്കെ ഇയാൾ എഴുന്നേറ്റ് നടക്കത്തില്ല. ഇയാളുടെ ഹിപ്പും ഫ്രാക്ചർ ആയിട്ടിരിക്കുന്നതാ. ഓക്കെ ഇയാൾക്ക് ഇത്രയും നല്ല പ്രായമുണ്ട്, ഇത്രയും വെയിറ്റും ഉള്ളത് കൊണ്ട് ആൾക്ക് എഴുന്നേറ്റ് നടക്കാനായിട്ട് പറ്റത്തില്ല. എണ്ണിപ്പിച്ച് നടത്താനായിട്ടൊക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് ആളങ്ങോട്ട് ട്രൈ ചെയ്യുന്നില്ല, ഇത്രയും വെയിറ്റ് ഉള്ളത് കൊണ്ടായിരിക്കണം. ഇയാള് എഴുന്നേറ്റ് നടക്കട്ടെ. ഇയാളെ ഹിപ്പ് ഫ്രാക്ചർ ആയിട്ട് കിട്ടിയതായിരുന്നു, കൊട്ടിയത്തുനിന്ന് കിട്ടിയതായിരുന്നു. എഴുന്നേറ്റ് നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവരൊന്നും അത്രയ്ക്ക് ഇണക്കമില്ല നമ്മുടെ അടുത്ത്. അല്ല, അവരും ആദ്യമൊക്കെ വന്ന സമയത്ത് ഇങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ ഇണങ്ങത്തുള്ളൂ. വാടേ, പേടിക്കണ്ട. ഇയാളെ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുഖത്ത് മൂക്കിന്റെ ഭാഗത്ത് കണ്ട ട്യൂമറായിട്ട് ഇത് ഇത്രയും അടർന്നു പോയ അവസ്ഥയിലായിരുന്നു കിട്ടുന്നത്. അങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഇതിനി സ്പ്രെഡ് ആവാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അന്നേരം ഇതിനി നമുക്ക് ആ നഷ്ടപ്പെട്ട ഭാഗങ്ങൾ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. എന്നാലും ആള് ലിക്വിഡ് ആയിട്ടുള്ള ഫുഡൊക്കെ നാക്ക് വെച്ച്, അതായത് കടിച്ചൊന്നും കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ളതേ ഉള്ളൂ, പക്ഷെ നാക്ക് വെച്ച് നക്കി കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡ് കൊടുക്കും. അത് നന്നായിട്ട് കഴിക്കുന്നുണ്ട്. ആള് നല്ല ഹെൽത്തി ആയിട്ടായിരിക്കുന്നത്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ആളാണ്. ഇത് ആക്സിഡന്റ് പറ്റിയിട്ട് കാല് മുറിഞ്ഞു പോയതായിരുന്നു കേട്ടോ. ആള് പാവാ. പാടാ. ഇയാളുടെ ഒരു കാലാണെങ്കിൽ ആക്സിഡന്റ് പറ്റിയിട്ട് മുകളിൽ വരെ പുഴുവായ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ആക്സിഡന്റ് ഇത് സർജറി ചെയ്തിട്ട് കാല് മുകളിൽ നിന്ന് മുറിച്ച് കളഞ്ഞ് ഇപ്പൊ കുറച്ച് ദിവസമായേ ഉള്ളൂ കിട്ടിയിട്ട്. സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ട്, അതിന്റെ ട്രീറ്റ്മെന്റും ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ കോമൺ ആയിട്ടാണ് സ്കിൻ ഇൻഫെക്ഷൻ, ഒരുപാട് ഡോഗ്സിന് കാണുന്നുണ്ട്. അത്ര എളുപ്പമല്ല ഇങ്ങനെ ഒരു കരിയർ ടേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫൈസൽ. ഒരുപാട് നഷ്ടങ്ങളുണ്ടല്ലോ. ഒരു പേഴ്സണൽ ലൈഫില്ല, ഒരു ദിവസം ലീവ് എടുക്കാൻ പറ്റുന്നില്ല, കൃത്യമായിട്ട് ഒരു വരുമാനം കറക്റ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. വലിയ മനസ്സ് വേണം ഇതൊക്കെ ചെയ്യാൻ. ആളുകളിൽ നിന്ന് എന്തെങ്കിലും രീതിയിലൊരു അകൽച്ചയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മൃഗങ്ങളെ നോക്കുകയാണ് അതിനോടുള്ള ഒരു അറപ്പോ അങ്ങനത്തെ സന്ദർഭങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേരില്ല, ഒരുപാട് ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വീഡിയോസിന്റെ കമന്റ് ബോക്സിലാണെങ്കിൽ പോലും ഈ സമയം കൊണ്ട് ഒരു മനുഷ്യനെ പോയി നോക്കിക്കൂടെ, ആ ഒരു രീതിയിലൊക്കെ സംസാരിക്കാറുണ്ട്. മനുഷ്യരെ നോക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷേ ഇവരെ നോക്കാനായിട്ടാണ് ആർക്കും അങ്ങനെ പറ്റാത്തത്. പലർക്കും മനസ്സുണ്ടെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കത്തില്ല. എല്ലാം ഒത്തു വന്നതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ കരിയറിനെ പറ്റിയിട്ട് എനിക്ക് വലിയ സ്വപ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും പണ്ടേ ഇല്ല. നമ്മൾ സിമ്പിളായിട്ടുള്ള ലൈഫ് ജീവിക്കണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ ഈ ഒരു മേഖലയിലോട്ട് എത്തിപ്പറ്റിയതിനകത്ത് എനിക്ക് ദൈവത്തിനോട് ഒരുപാട് നന്ദിയുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു ലൈഫ് ഉണ്ടായിരിക്കുമെന്ന് പോലും എനിക്കറിയത്തില്ല. ഇത്രയും ജീവനുകളെ രക്ഷിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അതിനകത്തൊക്കെ ഒരുപാട് സന്തോഷം. ഞാനിപ്പം ജീവിക്കുന്ന ഈ പറഞ്ഞ നഷ്ടങ്ങളെല്ലാം ബ്രോ പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കിതൊന്നും ഒരിക്കലും അത് നഷ്ടങ്ങളായിട്ട് തോന്നിയിട്ടേ ഇല്ല. നമുക്ക് ഇത്രയും ജീവനുകളെ രക്ഷിക്കാൻ പറ്റുന്ന തന്നെ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ നോക്കുന്നത്. ഗംഭീരമായിട്ട് അത് മുന്നോട്ട് പോകട്ടെ. ശരി.